ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കരിമീൻ നിർവ്വാണയാണ് കേട്ടോ. കരിമീൻ ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ നിർമ്മാണം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി കുറച്ച് കരിമീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയെല്ലാം പുരട്ടിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആ പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ചാലിച്ചെടുത്തതിന് ശേഷം കരിമീനും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് സൂക്ഷിക്കും. ഇപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കരിമീൻ ഇനി പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് എരിവും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു തവ ഞാൻ ഇരുമ്പ് ദോശ തവ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കരിമീനിൽ നിന്ന് ഈ രണ്ടോ മൂന്നോ വെച്ച് ഒന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണം എടുത്ത് ഞാൻ ദോശത്തവയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്നും ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കരിമീൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഈ കരിമീൻ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതാ 3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമുക്ക് കരിമീൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കരിമീനും കൂടി ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മറിച്ചിടുക. 2 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തവയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിർവ്വാണം ചെയ്ത് തുടങ്ങാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിക്കുക. ആദ്യം ഒരു മൺചട്ടി വെച്ച് കൊടുക്കുക. മൺചട്ടി തന്നെ വേണം കേട്ടോ. മൺചട്ടിയിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മൺചട്ടി ഒന്ന് കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വാഴയില വെച്ച് കൊടുക്കണം. 2 തുമ്പല ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ ഈ വാഴയിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നല്ല നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ വാഴയിലയുടെ മണവും കറിവേപ്പിലയുടെ മണവും ഒക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കും കേട്ടോ ഈ കറിക്ക്. അപ്പോൾ 5 ഒത്ത് വെക്കുന്നത് കൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇല ഒന്ന് ഒതുക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ ഇതിലേക്ക് നിരത്തി കൊടുക്കാം. പരസ്പരം അകത്തി വെച്ച് കൊടുക്കണം കേട്ടോ.
സൂക്ഷിച്ച് ചെയ്യുക. ചൂടെണ്ണയിൽ കൈ തൊട്ടാൽ പൊള്ളിപ്പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഇതാ 5 എണ്ണവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഇതിന് ചുറ്റും ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റായ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി 1.5 മുറി തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് മാറ്റിവെച്ച 1-ാം തേങ്ങാപ്പാലാണ്. ഒരു പാൽ മാത്രം മതി, ആദ്യത്തെ തേങ്ങാപ്പാൽ മാത്രം മതി. അത് നമുക്ക് ഈ കരിമീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്രയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ കാണും കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് നെടുകെ കീറിയത് 2-3 എണ്ണം അത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കുറച്ച് കൊത്തിയരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പുളിക്ക് വേണ്ടി നമ്മളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മാങ്ങ ഒരു 7-8 പീസ് മതിയാവും കേട്ടോ. ചെറിയ പുളിപ്പ് മതി. അപ്പോൾ മാങ്ങ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നാരങ്ങ നീര് ഒഴിച്ചാൽ പിന്നെ ഈ മാങ്ങ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് പിന്നീട് മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 3 ടേബിൾ സ്പൂൺ പൊടിച്ച കുരുമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് 10 മിനിറ്റ് വറ്റിച്ചെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കരിമീൻ നിർവ്വാണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തേങ്ങാപ്പാലെല്ലാം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പായി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിമീൻ നിർമ്മാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതിൽ നിന്ന് ഒന്നെടുത്ത് കാണിച്ചു തരാം. മീനൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരിമീൻ നിർവ്വാണയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കരിമീൻ നിർവ്വാണയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്